ഹായ്, ഇന്ന് ഞാൻ ട്രിവാൻഡ്രത്തുള്ള നഗരക്കാഴ്ചകൾ കാണാൻ വേണ്ടി പോവാണ്. ഈസ്റ്റ് ഫോർട്ട് ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ഈ റൈഡ് സ്റ്റാർട്ട് ചെയ്യണത്. ഒരു ഡബിൾ ഡെക്കർ ബസ്സിൽ നമ്മൾ ട്രിവാൻഡ്രം സിറ്റിയുടെ മെയിൻ സ്ഥലങ്ങളൊക്കെ കറങ്ങണു, അത്രയാണ് ഉദ്ദേശിക്കുന്നുള്ളൂ. ഇതിൽ ലോവർ ഡെക്കറിന് 100 റുപ്പീസും അപ്പർ ഡെക്കറിന് 200 റുപ്പീസും ആണ് വരണത്. കൂടുതൽ ബുക്കിംഗ് ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ താഴെ അതിൻ്റെ ലിങ്ക് കൊടുക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്ത ടൈം എന്ന് പറയുന്നത് 5 മണി തൊട്ട് 6:45 വരെയുള്ള ഒരു ടൈമാണ്. ഈ ബസ് ഞാൻ പറഞ്ഞ പോലെ ഈസ്റ്റ് ഫോർട്ട് ബസ് സ്റ്റാൻഡ്, പെട്രോൾ പമ്പിൻ്റെ ബാക്കിലുള്ള ബസ് സ്റ്റാൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുന്നിൽ കൂടെ സെക്രട്ടേറിയറ്റ് ഒക്കെ വഴി പാളയം വെള്ളയമ്പലമൊക്കെ കവർ ചെയ്ത് കവടിയാർ കൊട്ടാരത്തിൻ്റെ അവിടെ എത്തും. പിന്നെ നമ്മൾ ആ ഗേറ്റിൻ്റെ അവിടെ നിന്ന്, ഉള്ളിലേക്കൊന്നും നമുക്ക് പോകാൻ പറ്റില്ല, ഗേറ്റിൻ്റെ അവിടെ നിന്ന് നമ്മൾ നേരെ തിരിച്ച് ഈ പാളയം ചെന്ന് ചാക്ക വഴി നമ്മൾ ശംഖുമുഖത്തേക്കാണ് പോണത്. ശംഖുമുഖത്തേക്ക് പോണ വഴിയുള്ളൊരു മെയിൻ അട്രാക്ഷൻ, അല്ലെങ്കിൽ ഈ ഹോൾ റൈഡിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് എയർപോർട്ടും റൺവേ ഒക്കെ കാണാൻ പറ്റുന്നുള്ളതാണ്. ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് വല്ല ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതോ ലാൻഡ് ചെയ്യണതൊക്കെ കാണാം. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സ്ഥലത്ത് എത്തുമ്പോൾ നമ്മുടെ അടുത്ത് കർശനമായിട്ടും വീഡിയോ ഫോട്ടോ ഒന്നും എടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്, സെക്യൂരിറ്റി റീസൺസ് കാരണം. അപ്പം നമ്മളും പരമാവധി അതിന് സഹകരിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ നമ്മൾ എയർപോർട്ടും റൺവേ ഒക്കെ കണ്ടിട്ട് ശംഖുമുഖം ബീച്ചിൻ്റെ ചെറിയൊരു വ്യൂ നമുക്ക് കിട്ടിയിട്ട് നമ്മൾ തിരിച്ച് റിട്ടേൺ വരും. ലുലു മാള് വഴിയാണ് നമ്മൾ റിട്ടേൺ വരണത്. അങ്ങനെ നമ്മളെ തിരിച്ച് നമ്മുടെ ബോർഡിംഗ് പോയിന്റിൽ തന്നെ കൊണ്ടുവരെ എത്തിക്കും. പിന്നെ നിങ്ങൾ ഈ ബസ് റൈഡിൽ വരുമ്പോൾ ഉച്ച സമയത്താണ് ബേസിക്കലി ഇത് തുടങ്ങുന്നത്. 3 മണി തൊട്ടാണ് ഇതിൻ്റെ ടൈമിങ് വരണത്. അപ്പോൾ നമ്മളൊരു ഷോളോ അല്ലെങ്കിൽ ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ എടുക്കാൻ ശ്രമിക്കുക, കാരണം വെയിലും പൊടിയൊക്കെ ഉണ്ടാവും. അതുപോലെ നിങ്ങളൊരു കുപ്പി വെള്ളം കരുതുക. പിന്നെ നിങ്ങൾക്ക് വിശപ്പ് അല്ലെങ്കിൽ ഷുഗർ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നമുള്ളവരാണെങ്കിൽ ഇത്തിരി ഫുഡും കരുതുന്നത് നന്നായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ, ബൈ.